UDF-നൊപ്പമെന്ന രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി PV അൻവർ. മലയോര പ്രശ്നങ്ങൾ UDF ഏറ്റെടുക്കണമെന്നും ആവശ്യം. അൻവർ ഉടൻ പാണക്കാട്ടെത്തി ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. അതിനിടെ അൻവറിനെ കൂടെ കൂട്ടി മുസ്ലിം തീവ്ര വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ് കോൺഗ്രസ്. RSPയുടെ എതിർപ്പ് അവഗണിച്ചാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കം. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത്ത് എന്നിവർ ചേരുന്നു. ആദ്യം ശിവദാസിലേക്ക്. ശിവദാസ്, PV അൻവർ മലപ്പുറത്ത് ഇന്ന് പാണക്കാട്ട് ലീഗ് നേതാക്കളെ നേരിൽ കാണാനെത്തുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് PV അൻവർ MLA പാണക്കാട് എത്തുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ കണ്ട് അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും അദ്ദേഹം UDF-ലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു സന്ദർശനം എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം അത്തരത്തിലുള്ള പരാമർശങ്ങൾ തന്നെയായിരുന്നു. ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ല എങ്കിൽ പോലും PV അൻവറിൻ്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ UDF-ൻ്റെയും അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുടെയും എല്ലാം തന്നെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും അതോടൊപ്പം തന്നെ UDF-ൻ്റെ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു. PV അൻവറും അത്തരത്തിൽ തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് രാവിലെയും വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് UDF-ൻ്റെ ഭാഗമായി നിന്ന് താൻ ഉയർത്തിപ്പിടിച്ച വിഷയങ്ങളിൽ യോജിച്ച ഒരു പ്രക്ഷോഭം നടത്തും, അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇടപെടും എന്നാണ് പ്രധാനമായും PV അൻവർ രാവിലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതായത് 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരണം, പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക എന്നതാണ് തൻ്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയും അത്തരത്തിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. അനൗദ്യോഗികമായ ചർച്ചകൾ PV അൻവർ UDF-ലേക്ക് വരുന്ന കാര്യവുമായി ബന്ധപ്പെട്ടുള്ള അനൗദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഈ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള ആളുകളുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയും സൂചിപ്പിച്ചിരുന്നു. ഇത്തരത്തിൽ കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDF-ൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം PV അൻവർ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ LDF-ൽ നിന്ന് പുറത്തായ ശേഷം അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മുന്നണിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ പരിപാടികളെല്ലാം തന്നെ സംഘടിപ്പിച്ചിരുന്നത്. നിലമ്പൂരിൽ അടക്കം അത്തരത്തിൽ നിരവധി ആളുകൾ അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയിൽ പങ്കെടുത്തുന്നു. SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകളുടെ എല്ലാം തന്നെ പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം പാലക്കാട് UDF അത്തരത്തിൽ SDPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും എല്ലാം തന്നെ പിന്തുണ അവർ നേടിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം UDF വിജയിച്ചത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി UDF-ൻ്റെ നേതാക്കൾ പറയാറും ഇല്ല. അതായത് SDPI-യെയും ജമാഅത്തെ ഇസ്ലാമിയെയും പോലുള്ള സംഘടനകളെ തള്ളി പറയാൻ അവർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ ബോധപൂർവം അത് മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴുള്ള ഈ ഒരു കൂട്ടുകെട്ട് എന്ന് വേണം പറയാം. എന്തായാലും UDF നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ട് സന്ദർശിച്ച് തൻ്റെ രാഷ്ട്രീയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ PV അൻവർ വ്യക്തമാക്കും. ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ KPCC പ്രസിഡന്റ് K സുധാകരനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായി ഫോണിൽ വിളിച്ച് ഇന്നലെ സംസാരിച്ചിരുന്നു. മറ്റു പൊതുവിഷയങ്ങളാണ് സംസാരിച്ചു എന്ന് പറയുമ്പോഴും UDF-ൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു എന്നത് വ്യക്തം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൃത്യമായി UDF-ലേക്ക് പോവുക എന്നത് തന്നെയാണ് PV അൻവറിൻ്റെ നിലവിലുള്ള ലക്ഷ്യം. മാത്രമല്ല UDF-നെ സംബന്ധിച്ച് നിലമ്പൂരിലെ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യവും UDF-ന് മുൻപിൽ ഉണ്ട്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവറാണ് ഇവിടെ LDF-ൻ്റെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ച് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ UDF-ൻ്റെ ഒരു അഭിമാന സീറ്റ് കൂടിയാണ്. ആര്യാടൻ മുഹമ്മദ് അടക്കം ഏറെക്കാലം ഇവിടെ നിലനിർത്തിയിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഈ നിലമ്പൂർ. അത് പിന്നീട് PV അൻവർ ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച ശേഷമാണ് അവർക്ക് കൈവിട്ടു പോയത്. അതുകൊണ്ട് തന്നെ ഈ സീറ്റ് തിരിച്ചു പിടിക്കുക എന്നൊരു ലക്ഷ്യം UDF-ന് ഉണ്ട്. അതോടൊപ്പം തന്നെ PV അൻവറിനെ സംബന്ധിച്ച് താൻ ഒറ്റയ്ക്ക് നിന്നാൽ എവിടെയും എത്തില്ല. തനിക്ക് ഒരു മുന്നണി ഉണ്ടെങ്കിൽ മാത്രമേ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നണിയുടെ ഭാഗമായാൽ മാത്രമേ തൻ്റെ രാഷ്ട്രീയ ഭാവി
ഇനി നിലനിൽക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം പി വി അൻവറിനും ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നേരത്തെ ഒരു DMK പാർട്ടിയെല്ലാം തന്നെ രൂപീകരിച്ചിരുന്നു. ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന പാർട്ടി അദ്ദേഹം രൂപീകരിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാടുള്ള DMK നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. സ്റ്റാലിനുമായി അടക്കം തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അതിനുശേഷം അദ്ദേഹം ബംഗാളിൽ എത്തി തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അതും വിജയിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് നിന്ന് പോരാടാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു മുന്നണി പ്രവേശനം അനിവാര്യമായ ഒരു ഘട്ടം വരും. ഇനി ഒരു വർഷം മാത്രമേ ഉള്ളൂ ഒരു തെരഞ്ഞെടുപ്പിന്. അതുകൊണ്ട് തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിൽ തൻ്റെ നിലനിൽപ്പിന് അനിവാര്യം എന്നത് ഒരു മുന്നണി തന്നെയാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോഴുള്ള അൻവറിൻ്റെ ഈ നീക്കം എന്നത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് PV അൻവർ നടത്തുന്നത്. അദ്ദേഹം ഇന്ന് ഉച്ചയോടുകൂടി പാണക്കാട് എത്തി അവിടെ ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. പ്രജിത്ത് മോഹനിലേക്ക് പോകുന്നു. പ്രജിത്ത്, കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയാണല്ലോ ഇപ്പോൾ PV അൻവർ മുസ്ലിം ലീഗ് വഴി UDFിലേക്ക് വരാനൊരു ശ്രമം നടത്തുന്നത്. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒക്കെ പറഞ്ഞത് PV അൻവറോട് സംസാരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല, PV അൻവറുമായി ധാരണയാകാം എന്ന് തുടങ്ങിയ ചർച്ചകൾക്കൊന്നും തുടക്കം കുറിച്ചിട്ടില്ല, ആലോചനയില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും PV അൻവർ മുസ്ലിം ലീഗ് വഴി UDFിലേക്ക് കടന്നു കയറാനുള്ളൊരു ശ്രമം, അങ്ങനെയല്ലേ ഇതിനെ കണക്കാക്കേണ്ടത്? പ്രജിത്ത് മോഹൻ. വിനോദ്, ഇതിൽ കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മുന്നണി വിപുലീകരണം എന്നുള്ള വലിയ ചർച്ചകൾ UDFിൽ സജീവമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് മുസ്ലിം ലീഗാണ്. പിന്നീട് മറ്റുള്ള ചെറിയ ഘടകകക്ഷികളും. കോൺഗ്രസ് അത്ര വലിയ പ്രാധാന്യം അതിന് നൽകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു സംശയമാണ്. കാരണം പ്രധാനമായും കോൺഗ്രസ് നേതാക്കൾ ഇപ്പോഴുള്ളത് ആരാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ചർച്ചകളിലൊക്കെയാണ്. അപ്പോഴും ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു മുന്നണി വിപുലീകരണം എന്നുള്ളതൊരു അനിവാര്യതയാണ് എന്നുള്ളത്. അതിനിടയിലാണ് PV അൻവറിനെ പോലെയുള്ള ആളുകളെയും ഈ മുന്നണിക്കൊപ്പം ചേർത്ത് നിർത്താൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടക്കുന്നു എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ PV അൻവർ മാത്രമല്ല, വെൽഫെയർ പാർട്ടി പോലെയുള്ള സംവിധാനങ്ങളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും ഒരു പക്ഷത്ത് നടക്കുന്നുണ്ട്. നേരത്തെ UDF നേതാവായിട്ടുള്ള CP ജോൺ അടക്കം നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് വെൽഫെയർ പാർട്ടിയെ മുന്നണിയിൽ ഉൾക്കൊള്ളിക്കണമെന്നുള്ളത്. അപ്പോൾ ആ രീതിയിലുള്ള ചർച്ചകൾ, ഒരു പക്ഷത്ത് PV അൻവറിനെ പോലെ ഒരാളെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം, മറുപക്ഷത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ തീവ്ര ഇസ്ലാമിക ചിന്തകളുള്ള രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയെ UDFിലേക്ക് എടുക്കാനുള്ള ഒരു ശ്രമം അത് നടക്കുന്നു. അത് ഘടകകക്ഷി നേതാക്കളടക്കം ആവശ്യപ്പെടുന്നു. വെൽഫെയർ പാർട്ടിക്കും ഇതിൽ കാര്യമായ എതിർപ്പോ അതൃപ്തിയോ ഒന്നുമില്ല. മുന്നണിയുടെ ഭാഗമാകാൻ അവസരം കിട്ടിയാൽ അവർ അതിന് തയ്യാറാണ് എന്നുള്ളതും പരോക്ഷമായിട്ടെങ്കിലും നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. രഹസ്യ ചർച്ചകളില്ലാത്ത നിലപാടുകളൊക്കെ സജീവമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴാണ് PV അൻവർ എന്ന് പറയുന്നത് ഇപ്പോൾ മലബാർ കേന്ദ്രീകരിച്ചുള്ള തീവ്ര ഇസ്ലാമിക നിലപാടുകാരുടെ ഒരു മിശിഹായാണെന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊരു തരത്തിൽ പറഞ്ഞു വെക്കാം. കാരണം അടുത്തിടെ സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് പോലീസിനെതിരെ PV അൻവർ നടത്തിയ ചില ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾക്ക് മലപ്പുറത്തെ സ്വർണ്ണക്കടത്തുകാരുമായിട്ടൊക്കെ ബന്ധങ്ങളുണ്ട് എന്നുള്ള വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറിച്ചുള്ള ആരോപണങ്ങളും രംഗത്ത് വന്നു കഴിഞ്ഞു. പോലീസിലടക്കം ചില സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് PV അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയായിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, മലപ്പുറം കേന്ദ്രീകരിച്ച് കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളുകൾ അവർ അൻവറിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആരോപണം ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു. സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ അൻവർ ചില ആളുകളുടെയൊക്കെ പ്രതികരണങ്ങൾ പുറത്തുവിട്ടത്, ആളുകളുടെയൊക്കെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമീപനങ്ങളൊക്കെ സൃഷ്ടിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയയിലും നവമാധ്യമങ്ങളിലും അൻവർ ലഭിക്കുന്ന പിന്തുണയും കൃത്യമായി പറയുകയാണെങ്കിൽ SDPI പോലെയുള്ള തീവ്ര നിലപാടുകാരുടെ പിന്തുണ പരസ്യമായി അൻവറിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. കാരണം പോലീസിനെതിരെയും സിസ്റ്റത്തിന് സംവിധാനങ്ങൾക്കെതിരെയും ഒക്കെ നിൽക്കുന്ന ആളുകളോട് SDPIയുടെ അണികൾക്കൊക്കെ ഉള്ളൊരു സ്വാധീനം അല്ലെങ്കിൽ ഒരു താല്പര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ആ സാഹചര്യം കൂടി ഇതിനകത്തുണ്ട്. അതായത് ഇപ്പോൾ SDPIയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും അൻവറിന് വലിയ പിന്തുണ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അൻവർ വന്നാൽ SDPIയുടെ വോട്ട് കൂടി തങ്ങൾക്കൊപ്പം വരുമെന്നുള്ള കാര്യം കൃത്യമായി ലീഗിനറിയാം, UDF നേതൃത്വത്തിനറിയാം. അപ്പോഴും സജീവ ചർച്ചകളുമായി മുന്നോട്ട് പോകുന്നത് ലീഗാണ് എന്നുള്ളത് നമ്മൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു വശത്ത് അൻവറിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അതോടൊപ്പം അതിൽ കൂടി ഈ പറയുന്ന രീതിയിലുള്ള SDPIയുടെയൊക്കെ അല്ലെങ്കിൽ ആ കേഡറിന്റെ ആ തരത്തിലുള്ള കേഡർ സംവിധാനങ്ങളുടെയൊക്കെ വോട്ട് തങ്ങളിലേക്ക് എത്തിക്കാൻ UDFിന്റെ ശ്രമം ഉണ്ടാകുന്നു. മറുവശത്ത് വെൽഫെയർ പാർട്ടി പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ
തീവ്ര നിലപാട് ഉള്ള സംഘടനകളെ, രാഷ്ട്രീയ മുഖങ്ങളെ UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നു. ഇതിനൊപ്പമാണ് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വോട്ടിന്റെ കുറവൊക്കെ പരിഹരിക്കാൻ വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ തിരിച്ചെത്തിക്കാനുള്ള ചർച്ചകളും ഒരു വശത്ത് നടക്കുന്നുണ്ട്. ഇതിനും നേതൃത്വം നൽകുന്നത്, പ്രത്യേകിച്ച് ഈ മുന്നണി വിപുലീകരണത്തിനുള്ള ചർച്ചകൾക്ക് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടലുകൾക്കും ഗെയിമുകൾക്കും ഒക്കെ നേതൃത്വം നൽകുന്നത് മുസ്ലിം ലീഗ് ആണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം രണ്ട് മുന്നണികളെ എടുക്കുമ്പോൾ, ഇപ്പോൾ LDF-നെയും UDF-നെയും എടുക്കുമ്പോൾ LDF-ൽ കൂടുതൽ ഘടകകക്ഷികളുണ്ട്, വിവിധ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളത് UDF നേതാക്കൾ മനസ്സിലാക്കുന്നു. UDF-ലേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരു രാഷ്ട്രീയ സംവിധാനം UDF-ലില്ല. അത് പരിഹരിക്കേണ്ട ആവശ്യമാണ്, ഒരു പരിഹരിക്കേണ്ട ന്യൂനതയാണ് എന്നുള്ള ചർച്ചകൾ കുറെ കാലമായി നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് തന്നെയാണ് കൂടുതൽ ഘടകകക്ഷികൾ ഉൾപ്പെടുത്തണമെന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് എപ്പോഴും നേതൃത്വം നൽകിയിരുന്നത്. ഇപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് അൻവറിന്റെ DMK ഒരു ഘടകകക്ഷിയായി വരാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അല്ലെങ്കിൽ അൻവറിന് മുസ്ലിം ലീഗിൽ ചേരുമോ തുടങ്ങിയിട്ടുള്ള ചർച്ചകൾ ഒരു വശത്ത് നമുക്ക്, അല്ലെങ്കിൽ സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും DMK ആയി വന്ന മുന്നണിയുടെ ഒരു ഘടകകക്ഷിയായി നിൽക്കാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയെ മുന്നണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, ഒപ്പം ജോസ് കെ മാണിയെ തിരിച്ചെത്തിക്കാൻ കോൺഗ്രസിലേക്ക്, UDF-ലേക്ക് തിരിച്ചെത്തിക്കാൻ കഴിഞ്ഞാൽ മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടായിട്ടുള്ള വലിയ തിരിച്ചടി, ഏതാണ്ട് 70ഓളം സീറ്റുകൾ ഉള്ളതിൽ 10ഓളം സീറ്റുകൾ മാത്രമാണ് ഇപ്പോഴും, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലുമായിട്ട് UDF-നുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത്ര വലിയ തിരിച്ചടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരുന്നു. അതിനൊരു കാരണം ജോസ് കെ മാണിയും ഒപ്പം അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന, വോട്ട് നൽകുന്ന ജനവിഭാഗവുമാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ LDF-ൽ വളരെ വലിയ അതൃപ്തിയിലാണ് ജോസ് കെ മാണിയും കൂട്ടരുമുള്ളത് എന്നും നമുക്കറിയാം. അതിൽ പലവിധ കാരണങ്ങളുണ്ട്. അടുത്തിടെ ഉണ്ടായ വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, LDF-ൽ ലഭിക്കുന്ന പരിഗണനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, കോട്ടയം ഭാഗത്തെ ചില സീറ്റുകളൊക്കെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ചില സീറ്റുകളൊക്കെ CPM നേരിട്ട് ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു. അർഹിക്കുന്ന പരിഗണന തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കേരള കോൺഗ്രസിന്റെ നേതാക്കൾക്കിടയിലൊക്കെ ഉണ്ട്. വിവിധ വിഷയങ്ങൾ നിലനിൽക്കുന്നു. ഇന്ന് പാണക്കാട് നേരിട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. മുസ്ലിം ലീഗ് വഴി UDF-ലേക്ക് എത്താനുള്ള ശ്രമങ്ങളാണ് PV അൻവർ നടത്തുന്നത്. ഇതിന് മുസ്ലിം ലീഗ് കൂടുതൽ താല്പര്യവും കാണിക്കുന്നു. ഒരുങ്ങൽ നൽകുകയായിരുന്നു മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനവും അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് പ്രജിത് മോഹനും.